अस्सलामु अलैकुम वरहमतुल्लाहि ताला वबरकातुह। बिस्मिल्लाह अल्हम्दुलिल्लाह अस्सलातु वस्सलामु अला तोहा रसूलिल्लाह व अला आलिहि वसहबिहि अജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യന്റെ ചോരക്ക് ഒരു തുള്ളി വെള്ളത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത, അധികാരത്തിന്റെ അതിരുകൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ലോകത്തിന്റെ 4 കോണുകളിൽ നിന്നും യുദ്ധ പടഹന്ത്യകൾ മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തോക്കുകളുടെയും ബോംബുകളുടെയും ഇരമ്പലിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കൈനീട്ടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ കരച്ചിൽ മുങ്ങിപ്പോകുമ്പോൾ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. യുദ്ധമല്ല, സമാധാനമാണ് ഇസ്ലാമിന്റെ സന്ദേശം. ഇസ്ലാം എന്ന പദത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് സലാം എന്ന വാക്കിലാണ്. അതിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ഒരു കാറ്റ് വീശുമ്പോൾ ഇലകിയാടുന്ന ഇലകൾ പോലെ സലാമും ശാന്തിയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അടിരിലും അലയടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവൽ ദർശനത്തിന് എങ്ങനെയാണ് യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും വാക്താക്കളാകാൻ കഴിയുക? മാനവരാശിയുടെ ജീവന് ഇസ്ലാം എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടെന്നറിയണമെങ്കിൽ സൂറത്തിൽ മായിദയിലെ 32ാമത് സൂക്തത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അല്ലാഹു തആല പറയുന്നു, ഒരാൾ മറ്റൊരാളെ വധിച്ചതിന്റെ പ്രതികാരമായോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊന്നതിന് പ്രതികാരമായോ അല്ലാതെ ഒരാൾ മറ്റൊരാളുടെ ജീവനെടുത്താൽ അയാൾ മാനവരാശിയെ മുഴുവൻ ഹാനിച്ചവനെ പോലെയാണ്. മറിച്ച് ഒരാൾ മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചാൽ അയാൾ ലോകത്തിന്റെ മുഴുവൻ ജീവനും കാത്തു സൂക്ഷിച്ചവനെ പോലെയാണ്. നോക്കൂ, എത്ര ഉദാത്തമായ ഒരു ആശയമാണിത്. ഇവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ പറഞ്ഞിട്ടില്ല, വിദേശി എന്നോ സ്വദേശി എന്നോ പറഞ്ഞിട്ടില്ല. മനുഷ്യൻ എന്ന ഒറ്റ വാക്കിലാണ് ഖുർആൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഒരു നിരപരാധിയുടെ ജീവൻ എടുത്താൽ മാനവരാശിയെ മുഴുവൻ ഹാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച ഇതിലും വലിയൊരു പ്രത്യയശാസ്ത്രം ഭൂമുഖത്ത് വേറെ എവിടെയുണ്ട്? നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും നിറകുടമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രവാചകൻ ഒരു യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു മുസ്ലിമിന്റെ നാക്കിൽ നിന്നോ അല്ലാതെ ആ മുസ്ലിമിന്റെ കൈ കൊണ്ടോ മറ്റൊരാളുടെ മേൽ വല്ലതും പറ്റിയാൽ അയാൾ യഥാർത്ഥ മുസ്ലിമല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നമ്മുടെ നാക്ക് കൊണ്ട് മറ്റൊരാളുടെ ഹൃദയത്തിന് മുറിവേറ്റാൽ, നമ്മുടെ കൈകൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിന് മുറിവേറ്റാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമല്ല എന്നാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. യുദ്ധം ഒരിക്കലും ഒരു ആദർശമായി ഇസ്ലാം അതിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് ഒഴിവാക്കാനാകാത്ത ഒരു അനിവാര്യ തിന്മയായിട്ടാണ്, അതും സ്വന്തം സുരക്ഷയ്ക്കായി മാത്രം അനുവദനീയമായതാണ്. സൂറത്തുൽ അൻഫാലിലെ 61ാമത് സൂക്തത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ശത്രുക്കൾ സമാധാനത്തിലേക്ക് ചാഴുകയാണെങ്കിൽ നമ്മളും സമാധാനത്തിലേക്ക് ചാഴുക, അല്ലാഹുവിന് മേൽ ഭരമേൽപ്പിക്കുക. ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. നമുക്ക് ഇസ്ലാമിന് ഒരു യുദ്ധനീതിയുണ്ട്. സ്ത്രീകളെയോ കുട്ടികളെയോ വൃദ്ധരെയോ സ്പർശിക്കരുത്. എന്തിനു പറയാൻ, കായ് ഫലിക്കുന്ന ഒരു മരം പോലും വെട്ടരുതെന്ന് ഇസ്ലാമിന്റെ യുദ്ധനീതിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായി
യുദ്ധനീതിയാണിത്. എന്നാൽ ഇക്കാലത്ത് മറിച്ച് വേറൊരു യുദ്ധനീതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം നമ്മെ ക്ഷണിക്കുന്നത് യുദ്ധത്തിന്റെ അരികിലേക്കല്ല, മറിച്ച് സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഒരു വിശാലമായ പ്രദേശത്തേക്കാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.